വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായി. വയറ്റിൽ നിന്ന് ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തു. ഇന്ന് തന്നെ അമ്പലപ്പുഴ പോലീസിന് കൈമാറുന്നതായിരിക്കും. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഉഷ ജോസഫ് വയറ്റിൽ കത്രികയുമായിട്ട് ജീവിക്കുകയായിരുന്നു. അതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു. പലപ്പോഴും പല ഈ അസ്വസ്ഥത കൊണ്ട് അവർ ഡോക്ടർമാരെ കണ്ടിരുന്നെങ്കിലും ഈ കത്രിക വയറ്റിലുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കിയിരുന്നില്ല, അല്ലെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അവർ ഒരു സ്കാനിംഗ് നടത്തിയ കത്രിക വയറ്റിലുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതിനെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുകയാണ്. ആ ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുത്തിരിക്കുകയാണ്. അവ ഇപ്പോൾ പോലീസിന് കൈമാറും എന്നതാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ 2 ഡോക്ടർമാരുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇത് പോലീസ് കേസായി മാറിയിട്ടുണ്ട് ഈ സംഭവം. അതുകൊണ്ട് തന്നെ സർക്കാർ ഡോക്ടർമാരുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് അവരുടെ സാന്നിധ്യത്തിലാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടക്കുകയും അതിനെ തുടർന്ന് ഈ വയറ്റിലുണ്ടായിരുന്ന ശസ്ത്രക്രിയ ഉപകരണം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അത് ഇനി തൊണ്ടി മുതലായി പോലീസിന് കൈമാറും. നിലവിൽ ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അമ്പലപ്പുഴ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അമ്പലപ്പുഴ പോലീസിനായിരിക്കും ഈ ശസ്ത്രക്രിയ ഉപകരണം കൈമാറുക. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകും. ശരി അരുൺ, 5 വർഷമായി അനുഭവിക്കുന്ന ദുരിതമാണ്. വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. ആ ശസ്ത്രക്രിയ ഉപകരണം അത് വയറ്റിൽ നിന്ന് പുറത്തെടുത്തു. പ്രധാനപ്പെട്ട തെളിവാണ് ഈ കേസിലെ. അത് അമ്പലപ്പുഴ പോലീസിന് കൈമാറുന്നതായിരിക്കും. അരുൺ ശങ്കറാണ് വിവരങ്ങൾ പറഞ്ഞത്.